എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഒക്ടോബർ 15-ാം തീയതി കേരള PSC കുറച്ച് നോട്ടിഫിക്കേഷൻസ് പുറത്ത് വിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. എവിടേക്കാണ്? കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ വിജ്ഞാപനം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവാം, ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളുണ്ടാവാം. അങ്ങനെ ഒട്ടനവധി ആളുകൾ ഈ ഒരു പരീക്ഷ നോക്കിയിരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ചോദ്യമാണ്, ഇനി അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അപ്ലൈ ചെയ്ത് പഠിച്ച് തുടങ്ങി ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചിരുന്നാൽ പരീക്ഷ കിട്ടുമോ? വേക്കൻസികൾ വളരെ കുറവല്ലേ, നമുക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടാവാം. നമുക്ക് ഒറ്റ വേക്കൻസി മതി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്കൊരു ഓട്ട മത്സരത്തിൽ നമ്മളൊരു ഓട്ട മത്സരം നടക്കുകയാണെങ്കിൽ ഏറ്റവും മുൻകൂട്ടി വിജയിയെ തിരഞ്ഞെടുത്തിട്ടുള്ള ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ആദ്യം, അതിനുശേഷമാണ് വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷകളിൽ പങ്കെടുക്കുക. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ആത്മാർത്ഥത നമ്മളോട് തന്നെ സ്വയം കാണിക്കുക. അതാണ് മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നമുക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, നമ്മുടെ മാക്സിമം എഫർട്ട് എടുത്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? വിജയം ഉണ്ടാവും. നന്നായിട്ട് അതിൻ്റെ പിറകിലിരിക്കുക, വിജയം ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് അത്യാവശ്യം നിയമനങ്ങൾ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. എന്താണ് ഈ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്കുള്ള ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിലെ നിയമന നില അറിയാം. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസിയാണ് പറഞ്ഞതെന്നും അറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു അബദ്ധ ധാരണ കൂടി നമുക്ക് നിങ്ങളിലേക്ക് സ്വയം നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയാനുണ്ട്, അതുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം ആ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ തവണത്തെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം നോക്കാം, അതിനുശേഷം നമുക്ക് നിയമനം നോക്കാം. ഓക്കെ, അപ്പം നോക്കിയേ, നമുക്ക് കഴിഞ്ഞ വർഷം അതായത് നമുക്ക് 11/12/2019 നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് വന്നത്. അപ്ലൈ ചെയ്യാൻ 15/1/2020 വരെ പറ്റുമായിരുന്നു. കാറ്റഗറി നമ്പർ നോക്കിയേ, 309ാമത്തെ കാറ്റഗറി നമ്പറാണ്. 2019 309ാമത്തെ കാറ്റഗറി നമ്പർ പ്രകാരമാണ് പരീക്ഷ നടന്നത്. ഓക്കെ, 309 ആയിരുന്നു കാറ്റഗറി നമ്പർ. എനിക്ക് തോന്നുന്നു പരീക്ഷയൊക്കെ ലേറ്റായിട്ടാണ് നടന്നത്. റാങ്ക് ലിസ്റ്റ് 2022 റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോവിഡ് ഒക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് പരീക്ഷകളൊക്കെ വളരെ താളം തെറ്റി നടന്നത്. ഒരു നല്ല ഗ്യാപ്പ് വന്നു. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പരീക്ഷ വരാൻ നല്ല ഗ്യാപ്പ് വന്നു. ആ സമയത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കോവിഡ് എന്ന മഹാമാരി നമ്മളെ വേട്ടയാടിയ സമയത്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നത് കേട്ടോ. അപ്പോൾ നോക്കിയേ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് എവിടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. നോക്കിയേ, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഫേം, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ് ഫേം. നെയിം ഓഫ് ദ പോസ്റ്റ് നോക്കിയേ, ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ് നെയിം ഓഫ് ദ പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ 27,800 to 59,400. ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഇതൊക്കെ റിവൈസ് ചെയ്യും കേട്ടോ. സ്കെയിൽ ഓഫ് പേ ഒക്കെ റിവൈസ് ചെയ്ത് വരും. അപ്പോൾ സ്കെയിൽ ഓഫ് പേ 27,800 to 59,400 ആണ് വന്നേക്കുന്ന ബേസിക് പേ. നോക്കിയേ, എനിക്ക് പറയാനുള്ള എവിടെയാണെന്നറിയോ? നമ്പർ ഓഫ് വേക്കൻസീസ് 3 വേക്കൻസിയാന്ന് പറഞ്ഞത്. 3 വേക്കൻസി. നമ്മൾ മത്സര പരീക്ഷകൾ പഠിച്ച് പരീക്ഷ എഴുതണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നമ്മളെങ്കിൽ ഈ ഫിഗർ നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എങ്ങനെയും സഹിക്കും. പക്ഷേ ഇങ്ങനെ 1, 2, 3 എന്ന് പറയുന്ന നമ്പർ ഓഫ് വേക്കൻസിയിൽ വരും. ഒരു വേക്കൻസി അല്ലെങ്കിൽ 2 വേക്കൻസി. ഇവിടെ 3 വേക്കൻസിയാണ് പറഞ്ഞത് ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് പേരെ പരീക്ഷ എഴുതാതിരിക്കാൻ പുറകോട്ട് വലിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ വേക്കൻസിയുടെ കണക്ക്. ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതാൻ പോയിട്ടുണ്ടാകത്തില്ല. കാരണം എന്താ അറിയോ? 3 വേക്കൻസി എല്ലാം ഉള്ളൂ, എനിക്ക് പഠിച്ചാൽ കിട്ടത്തില്ല, ഞാൻ പഠിച്ചാൽ എങ്ങും എത്തത്തില്ല. ഇതിനൊക്കെ വേണ്ടി പുറകിലിരിക്കുന്ന ആളുകളുണ്ട്, അവർക്കുള്ളതാണ് ഈ വേക്കൻസി, എനിക്കുള്ളതല്ല, ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല, 3 വേക്കൻസിയേ ഉള്ളൂ, അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുന്നില്ല. അങ്ങനെ ഒരുപാട് അബദ്ധ ധാരണകൾ നമുക്കുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്നും പറയുന്നൊരു കാര്യമാണ്. 3 വർഷ കാലയളവിലേക്കാണ് ഒരു ലിസ്റ്റ് വരുന്നത്. 3 വർഷ കാലയളവിലേക്കാണ്. ഈ 3 വർഷ കാലയളവിൽ
നമുക്ക് റിട്ടയർമെൻറ്റ് വേക്കൻസികൾ ഉണ്ടാവും, പല ഇടങ്ങളിൽ നിന്നുള്ള റിട്ടയർമെൻറ്റ് വേക്കൻസികൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഫ്രഷ് വേക്കൻസികൾ ജനറേറ്റ് ചെയ്യപ്പെടാം. ഇതൊക്കെ പല സാഹചര്യങ്ങളാലും ഉണ്ടാവാം. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല എത്ര പേര് ഈ വർഷം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർമെൻറ്റ് ഉണ്ട് ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 3 വേക്കൻസി കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നിയമന നില കൂടെ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ നിയമന നില എങ്ങനെയാണ്, എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, ഈ 3 വേക്കൻസിയിലേക്കാണോ പോയേക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചേ. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. പോസ്റ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ്. നമുക്ക് എത്ര അഡ്വൈസാണ് ടോട്ടൽ പോയേ? 58 അഡ്വൈസ് പോയി. ഇതുവരെ 58 അഡ്വൈസ് പോയിട്ടുണ്ട്. 58 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. ഓക്കെ, ഈ ലിസ്റ്റിൽ 58 നിയമനം, 58 പേർക്ക് അഡ്വൈസ് പോയി. എത്ര എണ്ണമാണ് നോട്ടിഫിക്കേഷന് പറഞ്ഞേ? 3 എണ്ണമാണ്. അപ്പോൾ 3 എണ്ണമാണോ ഇത്? 58 ടോട്ടൽ അഡ്വൈസ്. ഓപ്പൺ എത്ര പോയി? 40 വരെ പോയി. ഓപ്പൺ 40 വരെ പോയിട്ടുണ്ട്. ഈഴവ 41 വരെ പോയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് സപ്ലിമെൻ്ററിയിൽ 3 എണ്ണം പോയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ് സപ്ലിമെൻ്ററിയിൽ നിന്ന് 4ാമത്തെ ആൾ പോയി. മുസ്ലിം സപ്ലിമെൻ്ററിയിൽ നിന്ന് 1ാമത്തെ ആൾ പോയി. ലാറ്റിൻ കത്തോലിക് സപ്ലിമെൻ്ററിയിൽ നിന്ന് 2ാമത്തെ ആൾ പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. EWS ഇല്ലായിരുന്നു, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, 3 നോട്ടിഫിക്കേഷനിൽ 3 വേക്കൻസി മാത്രം പറഞ്ഞ ഒരു പോസ്റ്റാണ് 58 ടോട്ടൽ അഡ്വൈസ് പോയത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വേക്കൻസി ആണെങ്കിലും, ഒരു വേക്കൻസിന്ന് ഇനി എവിടെ കണ്ടാലും നമുക്കിപ്പം ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ബികോം കോർപ്പറേഷൻ പഠിച്ചവരാ, നമുക്ക് ഒറ്റ വേക്കൻസി ഉള്ളൂ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒറ്റ വേക്കൻസി ഉണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ, നമുക്ക് ഉയർന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള 1, 2, 3 വേക്കൻസി വരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള ആ ഒരു മനോനില മാറ്റി വയ്ക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ആവാഹിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറും. നന്നായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ പെർഫോം ചെയ്യാതെ പോയവരുണ്ട്. അവരൊക്കെ ഫോക്കസ് ചെയ്യുന്ന പരീക്ഷ കൂടിയാണിത്. അവരോടൊപ്പം ആയിരിക്കും പുതിയൊരു ഫ്രഷറായിട്ടൊരാൾ വരുന്നത് പരീക്ഷ എഴുതാൻ. അപ്പോൾ നിങ്ങൾ ബികോം കോർപ്പറേഷനൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരുങ്ങണം. മനസ്സിലായോ? കാരണം നമുക്ക് മുന്നേ നടന്ന ആളുകളുണ്ട്, അവരോടൊപ്പം എത്തണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ആത്മാർത്ഥതയോടെ ഇറങ്ങിയെങ്കിലേ നമുക്ക് ഓടി അവരോടൊപ്പം എത്താൻ കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏജ് എത്രയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. നോക്കിയേ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ? നമ്മൾ പറഞ്ഞു, പാസ് ഇൻ ബികോം ഡിഗ്രി ഇൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോർപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്ട്. ബികോം കോർപ്പറേഷൻ പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബികോം കോർപ്പറേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബികോം കോർപ്പറേഷൻ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് പാസ് ഇൻ HDC. ഡിഗ്രിയോടൊപ്പം അംഗീകൃതമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം HDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നോക്കിയേ, ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കണ്ടക്റ്റഡ് ബൈ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്ത JDC, അതായത് ഡിഗ്രിയോടൊപ്പം JDC ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പം ഡിഗ്രിയോടൊപ്പം HDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഡിഗ്രിയോടൊപ്പം JDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ബികോം കോർപ്പറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം 3 പേർക്കാണ്, 3 ടൈപ്പ് ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഏജ് നോക്കാം. ചില പരീക്ഷകൾക്ക് 40 വയസ്സ് വരെ കൊടുക്കാറുണ്ട്. ഇത്തവണ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമലി ഏജ് നമുക്ക് 18 to 36 ആണ്. അപ്പോൾ ഏജ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവാൻ തന്നെയാണ് സാധ്യത. ഏജ് അന്ന് 18 to 36 ആയിരുന്നു, ഏജ് വന്നേക്കുന്നത് 18 to 36 ആയിരുന്നു. ഇത്തവണയും ഏജ് 18 to 36 ആവാനാണ് സാധ്യത, കൂടാൻ സാധ്യതയില്ല. ഓക്കെ, നമുക്ക് കേരള ബാങ്കിലൊക്കെ നമുക്ക് 40 വയസ്സ് വരെ ഉണ്ടായിരുന്നെങ്കിലും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വിളിക്കുമ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. നമുക്ക് അറിയാം,
ഇത് 18 to 36 എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ കാറ്റഗറിയാണ്. ജനറൽ കാറ്റഗറിക്കാർക്കുള്ള ഏജ് ആണ് 36 വയസ്സ് വരെ എന്നുള്ളത്. ഓക്കെ, നമുക്ക് OBC കാറ്റഗറി വരുമ്പോൾ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. OBC കാറ്റഗറിക്കാർക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST കാറ്റഗറിക്കാർക്ക് 5 വയസ്സ് എന്തുണ്ടാവും, ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ ഏകദേശം 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ SC/STക്ക് 41 വയസ്സ് വരെയും OBC കാറ്റഗറിക്കാർക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു നിയമന നിലയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മാസ്റ്റർ കീ അക്കാഡമിയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരാണ്, പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഏറ്റവും ചെറിയ ഫീസിലാണ് ഉന്നത നിലവാരത്തിലുള്ള പരിശീലനം നിങ്ങൾക്ക് നൽകുന്നത്. ക്ലാസ്സുകൾ നമുക്ക് റെക്കോർഡഡ് പ്ലസ് ലൈവ് ആയിരിക്കും. പ്രിൻ്റബിൾ മെറ്റീരിയൽസ് ഉണ്ടാവും. മോക്ക് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ എഴുതി കൃത്യമായ സ്റ്റഡി പ്ലാനുകളിലൂടെ പഠിച്ച് നമുക്ക് ആദ്യം എത്താൻ കഴിയും. അപ്പോൾ ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ മാസ്റ്റർ കീ ദ ലേണിംഗ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നിയമന നിലയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയ സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.